സ്വാഗതം. ഇന്നത്തെ ഈ എക്സ്പ്ലെയിനറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജീവിയെക്കുറിച്ചാണ്. അതെ, ആഫ്രിക്കൻ കാടുകളിലെ സ്ഥിരം വില്ലന്മാരായി നമ്മൾ മുദ്രകുത്തിയ കഴുതപ്പുലികൾ അഥവാ സ്പോട്ടഡ് ഹൈനകൾ. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഒന്നാകെ പൊളിച്ചെഴുതാൻ പോവുകയാണ് നമ്മളിന്ന്. സിനിമകളിലും കാർട്ടൂണുകളിലുമൊക്കെ കണ്ടിട്ടുള്ള ഭീരുക്കളായ, മറ്റുള്ളവർ ബാക്കിവെച്ചത് തിന്നു ജീവിക്കുന്ന വൃത്തിഹീനരായ കഴുതപ്പുലികളെ അങ്ങ് മനസ്സിൽ നിന്ന് മാറ്റിവെച്ചേക്ക്. യാഥാർത്ഥ്യം അതല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിശാലികളും സംഘടിതലുമായ ഒന്നാം കിട വേട്ടക്കാരാണ് ഇവർ. ഇതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. ഈ സ്പോട്ടഡ് ഹൈനകളുടെ ഭക്ഷണത്തിന്റെ 95% ഇവർ തന്നെ നേരിട്ട് വേട്ടയാടി പിടിക്കുന്നതാണ്. അല്ലാതെ സിംഹങ്ങൾ ബാക്കിവെച്ചത് നോക്കിയിരിക്കുന്നവരല്ലിവർ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെ ഇവർ അതിവിദഗ്ധമായി സംഘം ചേർന്നു വേട്ടയാടും. സത്യം പറഞ്ഞാൽ പലപ്പോഴും ഇവർ പിടിക്കുന്ന ഇരയെ സിംഹങ്ങൾ വന്ന് തട്ടിയെടുക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്താ അല്ലേ? അസ്ഥി തകർക്കും കരുത്ത്. ഇവയുടെ ജീവശാസ്ത്രപരമായ പ്രത്യേകതകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ശരിക്കും പറഞ്ഞാൽ പരിണാമത്തിന്റെ ഒരു അത്ഭുതം തന്നെയാണ് ഇവരുടെ ശരീരഘടന. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴുതപ്പുലികൾ രോഗങ്ങൾ പരത്തുന്നവരെ അല്ല എന്നതാണ്. ആന്ത്രാക്സ്, ക്ഷയം തുടങ്ങിയ അതിമാരകമായ ബാക്ടീരിയകളെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള ഭയങ്കര സ്ട്രോങ് ആയ ആസിഡാണ് ഇവരുടെ ആമാശയത്തിലുള്ളത്. മരവിച്ചുപോയ മൃഗശരീരങ്ങൾ പോലും വേഗത്തിൽ ദഹിപ്പിക്കാൻ ഇവർക്ക് കഴിയും. ഒരു തരം നാച്ചുറൽ ഡിസീസ് കൺട്രോൾ സിസ്റ്റം. സവന്നായിലെ ഏറ്റവും മികച്ച കാവൽക്കാരാണ് ഇവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇവരുടെ ആ കരുത്തുറ്റ താടിയെല്ലുകളുടെ കാര്യം നോക്കാം. ഏകദേശം 5 വയസ്സാകുമ്പോഴാണ് ഈ താടിയെല്ലുകൾക്ക് അതിന്റെ പൂർണ്ണ ശക്തി കിട്ടുന്നത്. പക്ഷേ 1 വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ മുലപ്പാൽ കുടിക്കുന്നത് നിർത്തും. ആലോചിച്ചു നോക്കും, ഇര തേടാൻ തക്ക ശക്തിയുമില്ല, എന്നാൽ പാലുകുടി മാറുകയും ചെയ്തു. ഈ സമയത്ത് ഈ കുഞ്ഞു ഹൈനകൾക്ക് ഭക്ഷണം കണ്ടെത്തുക എന്നത് വലിയൊരു ടാസ്ക്കാണ്. പലപ്പോഴും പട്ടിണി കിടക്കേണ്ടിയും വരും. അതുകൊണ്ടുതന്നെ ഈ താടിയല്ലുകൾ ശരിക്കും ഒരു ന്യൂട്രിയൻ ബ്ലെൻഡർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. വലിയ മൃഗങ്ങളുടെ കട്ടിയുള്ള എല്ലുകൾ വരെ കടിച്ചുപൊട്ടിച്ചു തിന്നുന്ന ഇവരുടെ വിസർജ്യം വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന് ഊഹിച്ചു നോക്കാമോ? ഇതിൽ സാധാരണ കാലഹാരി മണ്ണിലുള്ളതിനേക്കാൾ 20,000 ഇരട്ടി കാൽഷ്യവും ഫോസ്ഫറസുമാണ് അടങ്ങിയിട്ടുള്ളത്. പ്രകൃതിക്കും മറ്റു ചെറിയ ജീവികൾക്കും ഇവർ നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവനയാണിത്. സഹോദര പോരാട്ടം. ഇനിയാണ് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. ജനിച്ച നിമിഷം മുതലുള്ള ഇവരുടെ ക്രൂരമായ അതിജീവന പോരാട്ടം എങ്ങനെയാണെന്ന് നോക്കാം. ആ ശക്തമായ താടിയെല്ലുകൾ ഉപയോഗിക്കാൻ പാകത്തിൽ പ്രായമാകുന്നതുവരെ കാട്ടിൽ ഇവരുടെ അതിജീവനം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. മറ്റ് കഴുതപ്പുലി വർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്പോട്ടഡ് ഹൈനകൾ കണ്ണുകൾ തുറന്നുകൊണ്ടാണ് ജനിക്കുന്നത്. ജനിച്ച ഉടനെ തന്നെ കൂടെയുള്ള സഹോദരങ്ങളുമായി അവർ ഭയങ്കര അടിയാണ്. ആർക്ക് ആദ്യം അമ്മയുടെ പാല് കുടിക്കണം, ആരെ ആധിപത്യം സ്ഥാപിക്കണം എന്നതിനാണ് ഈ മത്സരം. ചിലപ്പോൾ ഭക്ഷണം കുറവാണെങ്കിൽ ഈ പോരാട്ടം സ്വന്തം സഹോദരങ്ങളെ കൊല്ലുന്നതിൽ വരെ ചെന്നെത്താറുണ്ടെന്നതാണ് സങ്കടകരമായ സത്യം. ഇനി ഈ ആദ്യകാല പോരാട്ടത്തിൽ ജയിക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ജീവിതമങ്ങ് സെറ്റായി. ജീവിതകാലം മുഴുവൻ വലിയ അധികാരമാണ് അവൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാം, യഥാർത്ഥത്തിൽ ഇവരുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ വ്യവസ്ഥിതി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്, അല്ലേ? അതെ, പെൺമേധാവിത്വം. ഹൈനുകളുടെ തികച്ചും സങ്കീർണമായ പെൺപുലികൾ ഭരിക്കുന്ന ആ സാമൂഹിക ഘടനയിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത. നമ്മൾ ഇവരുടെ സമൂഹത്തെ മാതൃമേധാവിത്വം അഥവാ മേട്രിയാർക്കി എന്നൊക്കെ വിളിക്കുമെങ്കിലും എല്ലാ അധികാരങ്ങളുമുള്ള ഒരു സിംഗിൾ രാജ്ഞിയൊന്നും ഇവിടെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. പകരം അതൊരു സങ്കീർണമായ നെറ്റ്വർക്കാണ്. കുടുംബ ബന്ധങ്ങളും തലമുറകളായി കൈമാറി വരുന്ന റാങ്കുകളും പിന്നെ പരസ്പര സഹകരണവുമൊക്കെ ചേർന്ന വളരെ സ്ട്രോങ് ആയൊരു പൊളിറ്റിക്കൽ സിസ്റ്റം. ഈ ഘടന നോക്കുന്നതിന് മുൻപ് ശാസ്ത്രലോകത്തെ പോലും വട്ടം കറക്കിയ ഒരു ജീവശാസ്ത്രപരമായ പ്രത്യേകത പറയാം. അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഉയർന്ന അളവിൽ ആൻഡ്രോജൻ ഹോർമോണുകൾ കിട്ടുന്നതുകൊണ്ട് പെൺകഴുതപ്പുലികൾക്ക് ആൺമൃഗങ്ങളുടേതിന് സമാനമായ ഒരു സൂഡോപെന്നിസുണ്ട്. ഇതാണ് ഇവർ ഉഭയലിംഗ വർഗമാണ് എന്ന തെറ്റായ ധാരണ പണ്ട് പരക്കാൻ കാരണം. ശരിക്കും പെൺപുലികൾ ആണുങ്ങളെക്കാൾ വലിപ്പമുള്ളവരും ഭയങ്കര അഗ്രസീവുമാണ്. ഇവരുടെ ആ ഒരു രാഷ്ട്രീയം നോക്കിയാൽ പെൺപുലികൾ ജനിച്ച കൂട്ടത്തിൽ തന്നെ നിൽക്കുകയും ലൈഫ് ലോങ് സഖ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ആൺപുലികളോ പ്രായപൂർത്തിയാകുമ്പോൾ അവർക്ക് വേറെ കൂട്ടത്തിലേക്ക് മാറണം. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും താഴെയാകും അവരുടെ സ്ഥാനം.
അവിടെ ബലം പ്രയോഗിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നല്ല പെരുമാറ്റത്തിലൂടെയും മറ്റു പെൺപുലികളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെയും മാത്രമേ ആണുങ്ങൾക്കവിടെ പിടിച്ചു നിൽക്കാനും ഇണയെ കണ്ടെത്താനും പറ്റൂ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കൊരു വലിയ സത്യം മനസ്സിലാക്കാം. രണ്ട് കഴുതപ്പുലികൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ലിംഗഭേദമോ വലിപ്പമോ ശാരീരിക ശക്തിയോ ഒന്നുമല്ല അവിടെ വിഷയം. ആർക്കാണോ കൂട്ടത്തിൽ കൂടുതൽ സപ്പോർട്ടുള്ളത് അവരാണ് ജയിക്കുന്നത്. അതായത് പെൺമേധാവിത്വം എന്ന് പറയുന്നത് വെറും മസിൽ പവറല്ല, മറിച്ച് ഒറ്റപ്പെട്ട ആൺപുലികൾക്കെതിരെ സ്വന്തം കൂട്ടത്തിൽ അവർക്കുള്ള ശക്തമായ പൊളിറ്റിക്കൽ ബാക്കിംഗ് ആണ്. കുരങ്ങുകളെപ്പോലെ ഇത്രയും ബുദ്ധിയുള്ള ഒരു കൂട്ടത്തെ മാനേജ് ചെയ്യാൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണ്ടേ? തീർച്ചയായും വേണം. ആളുകൾ എപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇവരുടെ ശബ്ദങ്ങളും ഭാഷയും എന്താണെന്ന് നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. ഈ ടേബിളൊന്ന് നോക്കൂ. കഴുതപ്പുലികൾ തമാശ കേട്ട് ചിരിക്കുകയാണെന്ന മിഥ്യാധാരണ ഇവിടെ മാറിക്കിട്ടും. ഇവരുടെ ആ ചിരി പോലെയുള്ള ശബ്ദം അല്ലെങ്കിൽ ഗിഗിൾ യഥാർത്ഥത്തിൽ അവർ ഭയങ്കര ടെൻഷനിലോ ഭയത്തിലോ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാൾക്കു മുന്നിൽ കീഴടങ്ങുമ്പോഴോ പുറപ്പെടുവിക്കുന്നതാണ്. വൂപ്ഡ് എന്ന ശബ്ദമാകട്ടെ ദൂരെയുള്ളവരെ കാര്യങ്ങൾ അറിയിക്കാനാണ്. അതുപോലെ ഗ്രോൺ എന്ന സൗണ്ട് കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെ ആ ചെറിയ മുരളലുകൾക്ക്, അതായത് ഗ്രോണുകൾക്ക് പോലും വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടെന്നാണ് ബെർക്ലിയുടെ ഗവേഷകർ പറയുന്നത്. മാംസമുള്ള ഒരു എല്ലിൻ കഷണം സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ മുരളുന്ന ശബ്ദത്തിന് ഭയങ്കര റഫായൊരു പിച്ചായിരിക്കും. എന്നാൽ സ്വന്തം കുഞ്ഞിനെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിക്കുമ്പോഴോ അത് വളരെ മൃദുവായതും ഹൈപ്പിച്ചുള്ളതുമായ ശബ്ദമായി മാറും. അവരുടെ ഭാഷ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സൂക്ഷ്മമാണല്ലേ? അപ്പോൾ ഇവരുടെ ജീവശാസ്ത്രവും ആ അതിസങ്കീർണമായ സമൂഹവും ഭാഷയുമൊക്കെ മനസ്സിലാക്കിയ ശേഷം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആഫ്രിക്കൻ കാടുകളിലെ വെറും ശവം തീനികളായ വില്ലന്മാരാണിവരെന്ന് ഇനിയും നിങ്ങൾ പറയുമോ? ഒരിക്കലുമില്ല അല്ലേ? നമ്മൾ കണ്ടതിനേക്കാളും കേട്ടതിനേക്കാളുമൊക്കെ എത്രയോ അപ്പുറത്താണ് ഈ മികച്ച വേട്ടക്കാരുടെ സ്ഥാനം. പ്രകൃതിയിലെ ഈ അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഈ വിശകലനം നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എക്സ്പ്ലെയിനറുമായി വീണ്ടും കാണാം.